നമസ്കാരം, ഞാൻ അനീഷ് ജോർജ്. ഞാൻ ഇന്ന് തൃശ്ശൂരുള്ള അമല മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത് ഉള്ള വഴി കൂടെ ചിറ്റിലപ്പള്ളി റോഡിൽ ജ്യൂസ് ബാങ്ക് നടത്തുന്ന ഗ്ലാഡി ലോറൻസ് എന്ന് പറയുന്ന വീട്ടമ്മയെ കാണാനാണ് വന്നിട്ടുള്ളത്. അത് ഒഫീഷ്യലിയാണ് ഞാൻ പറഞ്ഞത്. വീട്ടമ്മയെ കാണാനായിട്ട് എൻ്റെ വളരെ വലിയ സുഹൃത്താണ്, എൻ്റെ ഒരു അഭ്യുതാംക്ഷയാണ്. അപ്പോൾ ഗ്ലാഡി മാഡത്തിൻ്റെ കാണാൻ വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അവരുടെ വീട്ടിൽ ഉണ്ടായ പഴങ്ങൾ ഉപയോഗിച്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നൊരു ജ്യൂസും ഷെയ്ക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നൊരു ജ്യൂസ് ബാങ്ക് അവരുടെ വീടിനോട് അടുത്ത് തന്നെ, വീടിൻ്റെ മുമ്പിൽ തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജ്യൂസിൻ്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് അറിയണം. മാത്രമല്ല, ഇന്ന് അവരുടെ വീട്ടിൽ നാടൻ കോഴിനെ, അവർക്ക് വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള നാടൻ കോഴിനൊക്കെ അവർ വളർത്തി വീട്ടിലേക്ക് കറി വയ്ക്കാനായിട്ട് ഇന്നൊരു കോഴിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞു എന്നോട്. ഇന്ന് വന്നു കഴിഞ്ഞാൽ ഒരു കോഴിക്കറി കഴിക്കണം. മാഡത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരു പോസിറ്റീവായിട്ടുള്ള, എന്താ പറയുക, വളരെ വൈബായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലേഡി. എനിക്ക് ഇങ്ങനൊരു സുഹൃത്തിനെ കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയിട്ടുള്ള ഒത്തിരി അവസരങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ടിട്ട് ഗ്ലാഡി ലോറൻസ് മാഡത്തിനെ നമുക്ക് കാണാം. വരും. നമസ്കാരം. മാഡത്തിനൊന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാ ഞാൻ നേരെ അങ്ങോട്ട് വന്നേ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു മാഡത്തിൻ്റെ കോഴിക്കറി കഴിക്കാനും കൂടി വന്നതെന്ന് ഞാൻ പറഞ്ഞു. കോഴിക്കറി നമുക്ക് കോഴിനെ പിടിക്കണ്ടേ? അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ജ്യൂസ് ബാങ്കിൻ്റെ വിശേഷങ്ങളൊന്ന് പറഞ്ഞു തരണം എനിക്ക്. ഇതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതാണോ? ഇപ്പോൾ ആൾക്കാർക്കൊരു ട്രെൻഡാണല്ലേ, വീടിൻ്റെ ഉള്ളിൽ കുറേ ചെടികൾ വളർത്തുക എന്നുള്ളതൊരു ട്രെൻഡാണ്. ഓക്കെ. മാഡം, ഇവിടെ എത്ര തരം ജ്യൂസുകളാണ് ഉള്ളത്? മാഡത്തിൻ്റെ ഇവിടുത്തെ ആ ജ്യൂസ് ബാങ്കിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു എൻ്റെ പ്രേക്ഷകരോട്. ഇവിടെ എനിക്ക് പുറകിൽ കുറച്ച് പറമ്പുണ്ട്. അതിൽ കൃഷി ചെയ്തിട്ട് ഫാഷൻ ഫ്രൂട്ടും പേരക്കായും പിന്നെ അലോവേര, പിന്നെ പപ്പായ, ആത്തച്ചക്ക, ഇങ്ങനെയുള്ള കുറേ കൃഷികളുണ്ട്. അതിൽ നിന്നുള്ള ഫ്രൂട്ട്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പുറമേ നിന്ന് മേടിക്കൽ കുറവാണ്. എന്നാലും ചിലപ്പോഴൊക്കെ ഇപ്പോൾ ചിക്കു അതൊക്കെ വാങ്ങേണ്ടി വരും, കാരണം അതൊന്നും എനിക്കില്ല. പിന്നെ അധികവും എനിക്കിങ്ങനെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് നല്ല ഓർഗാനിക്കായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അലോവേരയൊക്കെ ഓർഡർ ചെയ്താൽ നമ്മൾ പുറകിൽ പോയി അത് മുറിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രഷായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അലോവേരയൊക്കെ ഒത്തിരി നല്ലതാണ്, ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ അതിൻ്റെ ഇന്ന് ഞാൻ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു മിക്സ്, ഒരു ഫ്രൂട്ട്സ് മിക്സ് ആയിട്ടുള്ളൊരു ഫാഷൻ ഫ്രൂട്ടും പിന്നെ വേറെ 1-2 ഫ്രൂട്ട്സും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ജ്യൂസ് തരാനാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിനകത്ത് പേരയ്ക്ക വരും, പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതൊരു ട്രേഡ് സീക്രട്ട് ഇരിക്കട്ടെ. ഇത് നല്ലതാണ്. ഫാഷൻ ഫ്രൂട്ടും പേരയ്ക്കയും പിന്നെ അതിനകത്ത് ജസ്റ്റ് മിൻറ്റൊന്നും ഇടാം, നന്നായിരിക്കും അത്. ഓക്കെ. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് ഇപ്പോൾ കൊറോണ കാലമാണ്. അപ്പോൾ ഒരു കൊറോണ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രിങ്ക് ഉണ്ട്. അതിൻ്റെ ഒരു കണ്ടന്റ് മാത്രമേ ഞാൻ പറയുള്ളൂ. അതിനകത്ത് ലൈം ചേരുന്നുണ്ട്, പിന്നെ വേറൊരു 4 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പക്ഷേ അത് ഹെൽത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരിക്കൽ ജ്യൂസ് ബാങ്കിലേക്ക് വായോ, നമുക്ക് അത് നോക്കാം. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. എന്തായാലും ഇവിടെ ഇതിനെ വരുമ്പോൾ തീർച്ചയായിട്ടും വരണം. നല്ല ഫ്രഷ് ജ്യൂസ്, നല്ല ഫ്രഷ് വീട്ടിലെ പഴങ്ങൾ കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് ഇവിടെ കിട്ടും. നല്ല സിമ്പിൾ ആംബിയൻസ് ആയിട്ട്, ഭയങ്കര സിമ്പിളായിട്ട് ചെറിയൊരു ഒരു വീട്ടമ്മ എന്ന രീതിയിൽ അവരുടെ നേരം പോക്കിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള, എന്നാൽ അവരുടെ പോക്കറ്റ് മണി പ്ലസ് ഒരു പാഷൻ കൂടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞാൽ തർക്കുണ്ടോ അതിന്? ഇല്ല. എനിക്ക് വളരെ നാളത്തെ ഒരു മോഹമായിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടി ഇപ്പം മോളൊക്കെ വന്നപ്പോൾ ഒന്നും കൂടി അത് നന്നായി സെറ്റാക്കി തന്നു. അവളുടെ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇപ്പം ഒരു കുട്ടിയുണ്ട്, ഒരു സ്റ്റാഫുണ്ട്, പിന്നെ ഞാനും അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ഫുൾ വഴിക്ക് ഹൗസ് റെന്റ് എഴുതി വെച്ചിരുന്നു.
വീടിന്റെ മേലൊക്കെ നമ്മൾ റെന്റ് ചെയ്യും. ഇവിടെ എൻ്റെ സ്വന്തം വീട് തന്നെയാണ്. അത് റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അവിടെ 3 ബെഡ്, പിന്നെ ഒരു 2 ബെഡ്, പിന്നെ ഒരു സിംഗിൾ ബെഡ്. അപ്പം എല്ലാം കിച്ചണും ബാത്റൂമും എല്ലാം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഫുള്ളി ഫർണിഷ്ഡ് ആണ്. ഇവിടെ കുട്ടികളോ അല്ലെങ്കിൽ പിന്നെ പേഷ്യൻസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് വളരെ നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒന്നും അവരെ ഭാരപ്പെടുത്താത്ത രീതിയിൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയാൽ മിനിമം ഹോസ്പിറ്റലിൽ തന്നെ മിനിമം 1200 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. എന്നാൽ ഒന്ന് കഞ്ഞി വയ്ക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ 1000 താഴെയാണ് നമ്മുടെ റേറ്റ്. വളരെ റീസണബിളാണ്. ഒരു യാതൊരുവിധ സാധനങ്ങളും പൈസ കൊടുത്ത് വാങ്ങണ്ട. അരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രം, ഫുഡിനുള്ളത് മാത്രം. പിന്നെ അവരുടെ ബെഡ്ഷീറ്റും ഡ്രസ്സും മാത്രമേ കൊണ്ടുവരേണ്ടു. ബാക്കി എല്ലാം ഇവിടെ സെറ്റപ്പാണ്. ഇത് പേരക്കായും പാഷൻ ഫ്രൂട്ടും അല്ലേ? ഞാൻ ആദ്യം ഈ പേരക്കായും പാഷൻ ഫ്രൂട്ടും കൂടിയിട്ടുള്ള ജ്യൂസ് ചെയ്യുന്നത്. ഇത് പേരക്കായ വീട്ടിൽ വെച്ചാൽ കംപ്ലീറ്റ്ലി ഹോംലി അല്ലേ? ഓക്കെ, നമ്മൾ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. സാധാരണ പാഷൻ ഫ്രൂട്ടും പാരയ്ക്കും കൂടിയിട്ടുള്ള ഒരു ജ്യൂസ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഗ്ലാഡി മാഡത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് ഗ്ലാഡി ലോറൻസ് എന്ന് പറയുന്ന ഗ്ലാഡി മാഡം. ഞാൻ എപ്പോഴും ഗ്ലാഡി മാഡം എന്ന് വിളിക്കാറ്. ഗ്ലാഡി മാഡത്തിന് ഐ വാസ് LIC ഏജൻറ്റ്, ഒരു ഇൻഷുറൻസ് ഏജൻ്റ് ആയിരുന്ന സമയത്താണ് ഗ്ലാഡി മാഡത്തിന് ഞാൻ പരിചയപ്പെടുന്നത്. ഒരു ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു കസ്റ്റമറായിട്ടാണ് ഗ്ലാഡി മാഡം ഞാൻ പരിചയപ്പെട്ട് ഒരു പോളിസി എടുത്തു. പിന്നീടുള്ള പരിചയം ഇപ്പോൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 10-18 കൊല്ലത്തെ പരിചയം. 18 കൊല്ലം 20 കൊല്ലം ഏകദേശമായി ഉണ്ടാവും അല്ലേ? 20 കൊല്ലമായിട്ടുള്ള പരിചയം. ഞാൻ എൻ്റെ പെങ്ങളെ കല്യാണമൊക്കെ ഉറപ്പിച്ച് നിൽക്കുന്ന നേരത്തെ ഗ്ലാഡി മാഡത്തിനെ ഞാൻ കല്യാണമൊക്കെ ക്ഷണിക്കാൻ പോയി. പലരും ക്ഷണിക്കുന്നതിന് കൂടുതൽ ഗ്ലാഡി മാഡത്തിൻ്റെ അടുത്ത് ചെന്നു. കല്യാണം ക്ഷണിക്കുന്ന സമയത്ത് ഗ്ലാഡി മാഡം എന്നോട് പറയണേ, അനീഷത്തെ ഒരു 20,000 രൂപയുണ്ട്, ഇത് വെച്ചോളൂ. അപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്കത് വേണ്ട മാഡം. അപ്പോൾ എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടാവും, നീ പൈസ വെച്ചോ, നീ മെല്ലെ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം എനിക്ക് വേണ്ട, കാരണം എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ മാഡം പറഞ്ഞല്ല, നീ ഇത് വെക്കി, അത് കഴിഞ്ഞിട്ട് നിനക്ക് സമയം എനിക്ക് തിരിച്ച് സമയമെടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാഡത്തിനോട് പറഞ്ഞു, ഞാൻ എന്നാൽ 1-1.5 മാസം സമയമെടുക്കും ഞാൻ തിരിച്ചു തരാനായിട്ട്. അപ്പോൾ മാഡം പറഞ്ഞാൽ ഈ കുഴപ്പമില്ല, പക്ഷേ ഏകദേശം 1.5 മാസത്തിനുള്ളിൽ തന്നെ ആ പൈസ ഞാൻ തിരിച്ച് മാഡം ചോദിക്കാതെ, ഫോളോ അപ്പ് ചോദിക്കാതെ തിരികെ കൊടുത്തു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കാനാണ് മാഡം എനിക്ക് പൈസ വേണോ എന്ന് ചോദിച്ചു. എൻ്റെ പെങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് പൈസ വേണോ എന്ന് മാഡം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചേ, ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആ മാഡം എനിക്ക് പൈസ തന്നു. തിരിച്ച് മാഡം അനീഷ നീ അന്ന് മേടിച്ചോട്ടെ, പൈസ ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ എന്നും ചോദിപ്പിച്ചില്ല, തിരിച്ച് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനൊരു ഫാമിലി റിലേഷൻ പോലെ ഞങ്ങൾ എൻ്റെ വീട്ടിലൊക്കെ മാഡത്തിൻ്റെ കുട്ടികളും പ്ലസ് ഹസ്ബൻഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരുമാതിരി എല്ലാ ഫംഗ്ഷൻസിനും ഞാനിവിടെ വരാറുണ്ട്. എൻ്റെ വൈഫും കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലുള്ള കോഴീനൊക്കെ കാണാൻ പോവാം അല്ലേ? ഓക്കെ. ടർക്കിയുണ്ട്, പിന്നെ കരിങ്കോഴിയുണ്ട്, പിന്നെ നാടൻ കോഴിയുണ്ട്, പിന്നെ നാടൻ കോഴിയിൽ തന്നെ ക്രോയിലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗമുണ്ട്. കാരണം അവരാണ് ഇവരൊക്കെ. അത് നല്ല ചേവലുള്ള മുട്ടയാണ്. എന്നാൽ നാടൻ കോഴിയുടെ രുചി തന്നെയാണ്. എന്നാൽ മറ്റേ ഗിരിരാജ, ഗ്രാമശ്രീ അങ്ങനത്തെ ഒന്നുമല്ല. നല്ല മാംസമുണ്ട്. പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ആദ്യം സവാള ഇട്ട്
കാർട്ടിക് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ കാർട്ടിക് ഇച്ചിരി പച്ചമുളക് ഇടാം വഴന്ന് വരുമ്പോഴേക്കും. ഒരു കാർട്ടിക് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇഞ്ചിയും കറിവേപ്പിലേക്ക് ഇടാം. ഇഞ്ചിയും കറിവേപ്പിലയും അല്ലേ? വീട്ടിനോട് ഞാൻ വീട്ടിലൊരു ചിക്കൻ കാല് പിടിക്കാൻ, ചിക്കനെ അമ്മ നന്നാക്കാൻ നേരത്ത് കാല് പിടിക്കാൻ പറഞ്ഞ പറ്റാത്ത ചേട്ടൻ കല്യാണം കഴിഞ്ഞപ്പോ ചിക്കൻ വെട്ടി കറി വെച്ചു തുടങ്ങിയില്ലേ? അല്ല, നമ്മള് ഷോൾഡർ ടു ഷോൾഡർ നിന്നാല് അതെന്താ? കുരുമുളകും പട്ടയും തക്കാലും. അപ്പൊ ഞാൻ അങ്ങനെ വെച്ച് വെക്കാൻ അറിയില്ല. ഞാൻ സാധാരണ രീതിയിലുള്ള ഇതാണ് ചെയ്യുക. ക്യാരറ്റ് ഇട്ടു, ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടാം. തക്കാളി നേരത്തെ ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഇടാം തക്കാളി. ഇച്ചിരി കാശ്മീരി ചില്ലി ഇടണം. കാശ്മീരി ചില്ലി കളറിന് വേണ്ടിയിട്ടല്ലേ? ഇച്ചിരി ചിക്കൻ മസാല ഇടാം. റൈറ്റ് സൈഡില് ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടാം. ഇച്ചിരി ക്യാരറ്റ്. ഉപ്പ് ആവശ്യത്തിന് ഇടുക. അങ്ങനത്തെ പൊട്ടറ്റോ ഇടാം. ഇനി ബീൻസ് അങ്ങനത്തെയൊക്കെ ഇടാം നമുക്ക്. കഴിഞ്ഞ് ഈ മിക്സ് ചെയ്ത് വെച്ച ഈ ചിക്കനും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഇച്ചിരി ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചു. പ്ലസ് നമ്മൾ സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഉപ്പ് ഇട്ട് എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിനെ നമുക്കൊന്ന് കുക്കറിൽ അടിക്കുകയാണെങ്കിൽ നാടൻ കോഴി ആയതുകൊണ്ട് കുക്കറിൽ അടിക്കണം. ഇനി ഇത് നേരെ കുക്കറിലേക്ക് നമുക്ക് ഒരു 3-4 വിസില്. സാധാരണ ഒരു 4 വിസിലടിക്കണം. ഇപ്പം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് വിസിലടിച്ച് സെറ്റായി വരണം. അതുവരെ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. നല്ല അടിപൊളി നാടൻ കോഴിക്കറി അല്ലേ? ഞാൻ ടേസ്റ്റ് നോക്കട്ടെ വേഗം. നല്ല നാടൻ കോഴിക്കറി, ശരിക്കും പറഞ്ഞാൽ വറുത്തരച്ച് വെച്ച കോഴിക്കറി. അതിൻ്റെ മണം, വറുത്തരച്ചതിൻ്റെ ഒരു മണം വരുന്നുണ്ടാവും. ഞാൻ ശരിക്കും പറഞ്ഞാൽ വളരെ വർഷം പിന്നിലേക്ക് പോയി ചെയ്യണേ. എൻ്റെ അമ്മച്ചി എനിക്ക് ധാരാളം കോഴിക്കറി, നാടൻ കോഴിക്കറി എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ശരി, നല്ല ചൂടുണ്ട്. സാധാരണ നമ്മൾ ചിക്കൻ കറി കഴിക്കുന്നതിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. വറുത്തരച്ച് വെച്ച് പ്ലസ് നാടൻ കോഴിയുടെ മാംസം ഭയങ്കര സ്പെഷ്യലാണ്.
താങ്ക് യു. കല്ലക്കുണ്ട്, അടിപൊളിയാണ് കേട്ടോ. ഇനി നാടൻ കോഴിയുടെ എൻ്റെ പ്ലേറ്റിലുള്ള എല്ല് മാത്രമേ ബാലൻസ് പോകാം. എളുപ്പമല്ല കേട്ടോ, നാടൻ കോഴി എല്ല് ഭയങ്കര സ്ട്രോങ് ആണ്, കറി ഗംഭീരമായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഗ്ലാഡി മാഡത്തിനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ലൈഫിനെ കണ്ട് പല പ്രതിസന്ധി ഘട്ടത്തിലും അതിനൊക്കെ അഭിമുഖീകരിക്കാൻ കഴിയുന്നൊരു വ്യക്തിത്വമാണ് അവരുടെ. മാത്രമല്ല അവരുടെ ജീൻസ് സ്റ്റാൻഡ് നിൽക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണുള്ളത്. അമല മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത്. അവർക്ക് 2-3 വീടുകൾ ഇവിടെ റെൻറ്റിന് ഉണ്ട്. നമ്പർ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിക്കുക, ജ്യൂസ് ബാങ്കിൽ വിളിക്കുക. നിങ്ങളൊക്കെ പരിചയത്തിൽ ആരെങ്കിലും അമല മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്ന് താമസത്തിന് ഒരു സൗകര്യം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നല്ല ഒരു ഡിസ്കൗണ്ടോട് കൂടിയിട്ട് റെൻറ്റിന് നിങ്ങൾക്ക് ഗ്ലാഡി മാഡം തരും ഇല്ലേ അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.